1980കളിലും 90കളിലും മലയാള സിനിമയിൽ സജീവമായിരുന്ന പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് ശാന്തി കൃഷ്ണ. 16-ാം വയസ്സിൽ നിദ്ര എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തുന്നത്. പിന്നീടങ്ങോട്ട് മലയാളത്തിലെ മിക്ക നടന്മാരുടെയും നായികയായി അഭിനയിച്ചു. ചകോരത്തിലെ അഭിനയത്തിന് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. എന്നാൽ ശാന്തി കൃഷ്ണയുടെ സിനിമയ്ക്ക് പുറത്തെ ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല. 1984-ൽ 19-ാം വയസ്സിലാണ് അവർ നടൻ ശ്രീനാഥിനെ വിവാഹം ചെയ്യുന്നത്. എതിർപ്പുകൾ മറികടന്ന് പ്രണയിച്ച് വിവാഹം ചെയ്ത ഇരുവരുടെയും ബന്ധത്തിൽ പിന്നീട് വിള്ളലുകൾ വീണു. 12 വർഷത്തിനു ശേഷം ഇരുവരും വഴിപിരിഞ്ഞു. 1998-ൽ US-ൽ വ്യവസായിയായ ബജോരെ സദാശിവനെ പിന്നീട് ശാന്തി കൃഷ്ണ വിവാഹം ചെയ്തു. വിവാഹം ചെയ്തെങ്കിലും 2016-ൽ ഇരുവരും വിവാഹമോചിതരായി. ഈ ബന്ധത്തിൽ ശാന്തി കൃഷ്ണയ്ക്ക് 2 മക്കളുണ്ട്. ഈ 2 വിവാഹ ജീവിതത്തെക്കുറിച്ചും അതിൽ താൻ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു നടി. ജീവിതത്തിൽ നഷ്ടബോധം പോലെ തോന്നിയത് ഒരു നല്ല ലൈഫ് പാർട്ട്ണറെ കിട്ടാത്തതാണെന്നും അതിൽ വിഷമമുണ്ടെന്നും അവർ പറയുന്നു. 2 വിവാഹവും ചെയ്തിട്ടും എൻ്റെ ആഗ്രഹം പോലെ ഒരാൾ പോലും വന്നില്ലല്ലോ. ജീവിതത്തിൽ അതൊരു മിസ്സിംഗ് തന്നെയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ചെറിയ പ്രായത്തിലെത്തുന്ന തീരുമാനമായിരുന്നു ശ്രീനാഥുമായുള്ള പ്രണയവും വിവാഹവും. അത് ശരിയായ തെരഞ്ഞെടുപ്പാണ് എന്നായിരുന്നു അന്ന് തോന്നിയിരുന്നത്. ശ്രീനാഥിനെ തന്നെ വിവാഹം ചെയ്യൂ എന്ന എൻ്റെ പിടിവാശിയിലാണ് വിവാഹം ചെയ്തത്. എന്നാൽ അത് പിന്നീട് ശരിയായി വന്നില്ല. സ്വന്തം അനുഭവത്തിലൂടെ പലതും മനസ്സിലാക്കിയതെന്നും ശാന്തി കൃഷ്ണ പറയുന്നു. ജീവിതത്തിൽ ഏറെ കയറ്റിറക്കങ്ങളിലൂടെയാണ് കടന്നുപോയത്. എൻ്റെ അനുഭവം കേട്ടാൽ ഇത് സിനിമയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ഞാൻ അനുഭവിച്ചത് എൻ്റെ ശത്രുക്കൾക്ക് പോലും വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ശാന്തി കൃഷ്ണ പറഞ്ഞു. 2 വിവാഹബന്ധങ്ങളും പരാജയപ്പെട്ട ശേഷം മലയാള സിനിമയിൽ തിരിച്ചുവരവ് നടത്തി. ഞണ്ടുകളുടെ നാട്ടിൽ, ഒരിടവേള എന്നീ ചിത്രങ്ങളിലൂടെയായിരുന്നു. ഇപ്പോൾ കൊച്ചിയിലാണ് ശാന്തി കൃഷ്ണ.